നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് നിരോധിത നോട്ടിടപാട് നടത്തുന്ന സംഘം സജീവമെന്ന കണ്ടെത്തൽ. ആന്ധ്രയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ യുവാവ് പിടിയിൽ. ബംഗാൾ സ്വദേശി സുജിത് മുല്ലിക്കാണ് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പിടിയിലായത്. ഡിസംബർ 8 രാത്രി ഗോവയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയായിരുന്നു ആക്രമണം. ഇറച്ചിക്കോഴികൾക്ക് വില കുതിച്ചുയർന്നു. കോഴികളുടെ ലഭ്യതക്കുറവാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കിന് ആവശ്യക്കാർ ഏറുകയാണ്. സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയിൽ 1500-ൽ പരം തൈകൾ നട്ട് കൃഷിക്ക് തുടക്കമിട്ട സർക്കാർ ആതുരാലയം. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിലാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ ജീവനക്കാരും ആശാവർക്കർമാരും പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ ഇ ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തുവാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കാട്ടുകുക്കെ പെരളത്തടുക്ക സ്വദേശി അബ്ദുൾ സമദാണ് എക്സൈസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് നിരോധിത നോട്ടിടപാട് നടത്തുന്ന സംഘം സജീവമെന്ന് കണ്ടെത്തൽ. ആന്ധ്രയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ബോസ് എന്ന വിളിപ്പേരുള്ള നേതാവിനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. പിടിയിലായ ആന്ധ്രാപ്രദേശ് സ്വദേശികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരോധിച്ച 2000 രൂപ നോട്ടിടപാടിലെ പ്രധാനി ആന്ധ്രാപ്രദേശിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാവാണെന്ന് പ്രതികൾ മൊഴി നൽകി. ബോസ് എന്ന വിളിപ്പേരുള്ള ഇയാളെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2000 രൂപയുടെ പഴയ നോട്ടുകൾ മാറുന്നതിനായി റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ബോസ്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പഴയ നോട്ടുകൾ വാങ്ങാൻ കാസർഗോഡ് എത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളുടെ പണം കാസർഗോട്ടുകാർ തട്ടിയതും തുടർന്ന് അത് തിരിച്ചുപിടിക്കാൻ ബോസ് ചുമതലപ്പെടുത്തിയ കഥയും പ്രതികൾ പറഞ്ഞത്. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേർ അറസ്റ്റിലായി. തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, നിരോധിത നോട്ടിടപാട് തുടങ്ങിയ സംഭവങ്ങളിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ 4 പേരെയും തട്ടിക്കൊണ്ടുപോയ മേൽപ്പറമ്പ് വള്ളിയോടെ മുഹമ്മദ് ഹനീഫ, പാലക്കുന്ന് കോട്ടപ്പാറയിലെ M ഷെരീഫ്, ചെർക്കള ബേവിഞ്ചയിലെ B നൂറുദ്ദീൻ, ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ K വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ ഷെരീഫ്, നൂറുദ്ദീൻ എന്നിവർക്കെതിരെ നേരത്തെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോട്ടുകാരുടെ കയ്യിലെ നിരോധിച്ച 2000 രൂപയുടെ നോട്ടുകൾ വാങ്ങാൻ ആന്ധ്രയിൽ നിന്നുള്ള സംഘം എത്തിയത് മുതലുള്ള പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. കർണാടക ഹാസൻ ജില്ലയിലെ സക്ലേഷ്പുരയിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ യുവാവ് പിടിയിൽ. ബംഗാൾ സ്വദേശി സുജിത് മുല്ലിക്കാണ് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പിടിയിലായത്.
ഡിസംബർ 8 രാത്രി ഗോവയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയായിരുന്നു ആക്രമണം. കല്ലേറിൽ ട്രെയിനിന്റെ ജനൽ ചില്ല് തകർന്നിരുന്നു. മദ്യലഹരിയിലാണ് പ്രതി ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഇറച്ചിക്കോഴികൾക്ക് വില കുതിച്ചുയരുന്നു. കോഴികളുടെ ലഭ്യത കുറവാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ. കോഴിയിറച്ചി വില കുതിച്ചുയരുകയാണ്. കിലോയ്ക്ക് 150 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. 130 മുതൽ 115 വരെ രൂപയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇറച്ചിക്കോഴിക്ക് ചില്ലറ വിൽപ്പനക്കാർ വില ഈടാക്കിയിരുന്നത്. എന്നാൽ പൊടുന്നനെ കുത്തനെ കൂടുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യത്തിന് കോഴി വരുന്നില്ലെന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത്. കോഴിന്റെ വില കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ സാധനം കുറവ് കാരണമാണ് വില കൂടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സീസണിൽ എല്ലാവരും സ്റ്റോക്ക് ആയിട്ടാകുമ്പോൾ നല്ലോണം വില പൊട്ടി. കുറേ ആൾക്ക് നഷ്ടം വന്നിട്ട് കുറേ ആൾ ഫാം നിർത്തി. ഇപ്പം കോഴി പറഞ്ഞാൽ 5000 കോഴി ഇടുന്നാൽ നേരെ പകുതിയാക്കി. തീറ്റയുടെ വില കൂടുതലും, കുഞ്ഞിന് 58 രൂപ കുഞ്ഞിക്കായിട്ടും. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് തന്നെ പിന്നെ തമിഴ്നാടെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി കോഴി. ഇവിടെ കോഴിയിലുള്ള കോഴി അങ്ങോട്ട് മലപ്പുറം ഭാഗത്തു നിന്നെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 ആഴ്ച കൊണ്ട് കോഴി ഫുള്ളായാൽ ശരിയാവും, റേറ്റ് മാറും. ഇപ്പോൾ ഹോൾസെയിൽ തന്നെ 135 രൂപയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റേ 155 ചില്ലറ കൊടുക്കുന്നത്. പിന്നെ വേറെ വരുന്നെല്ലാം ചെറിയ ചെറിയ കോഴിയാണ്. വലിയ കോഴിയൊന്നും വരും. വലിയ കോഴി വരാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക് വില കുറയും. സാധാരണ ശബരിമല സീസണിൽ ഇറച്ചിക്കോഴിക്ക് വില ഇടിയാറാണ് പതിവ്. ലഭ്യത ഇനിയും കുറഞ്ഞാൽ ഇനിയും വില ഉയരുമോ എന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കിന് ആവശ്യക്കാർ ഏറുകയാണ്. കാർഷിക കോളേജ് മണ്ണ് ശാസ്ത്ര വിഭാഗമാണ് ചോക്ക് നിർമ്മിക്കുന്നത്. PG ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം 4 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളച്ചോക്ക് നിർമ്മാണം തുടങ്ങിയത്. 25 ഗ്രാം തൂക്കമുള്ള ചോക്കുകൾക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ആവശ്യക്കാർ ഏറി വരികയാണ്. പച്ചക്കറി വിളകൾ പരിപാലിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് 2 വീതം ചോക്കുകൾ വെച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ വളച്ചോക്ക് വെച്ച് 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ ചോക്ക് മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കേണ്ടത്. വീടിന്റെ ടെറസുകളിലും ഫ്ളാറ്റുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നവരാണ് ചോക്കുകൾ കൂടുതലായും കൊണ്ടുപോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, സിങ്ക് എന്നിവ അടക്കം 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കുകൾ 600 എണ്ണം വീതം 3 ദിവസം കൊണ്ട് സോയിൽ സയൻസ് ലാബിൽ നിർമ്മിച്ചു വരുന്നു. നമ്മുടെ ഈ ഒരു ആശയം ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഡീൻ ഡോക്ടർ PR സുരേഷ് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ ചിന്തിച്ചു. അതായത് നമുക്കിപ്പം സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പൊ അവരാണെങ്കിൽ പൊതുവെ അവര് ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കർഷകരെ പോലെ അവർക്ക് വളക്കടയിൽ പോയി വളം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അവർക്കൊരു പോഷക മൂല്യങ്ങളുള്ള ഒരു എന്തെങ്കിലും ഒരു വളക്കൂട്ട് രൂപകൽപ്പന ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഒരു PG ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ വളച്ചോക്ക് ഒരു 2019-20 കാലയളവിലാണ് അത് ആദ്യമായിട്ട്. പക്ഷെ നമുക്ക് അതിന്റെ രൂപമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്ക് സ്റ്റേറ്റ് പ്ലാനിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ വളച്ചോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ ഫണ്ടിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഇന്ന വളങ്ങള് ഇത്ര രൂപത്തില് ഇപ്പം അതായത് വേണ്ടുന്ന അനുപാതത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രഥമ മൂലകങ്ങളുണ്ട്, ദ്വിതീയ മൂലകങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. അപ്പൊ ഈ 11 മൂലകങ്ങളും കൃത്യമായ അനുപാതത്തിൽ നമുക്ക് ഇതില് ലയിപ്പിച്ച് അങ്ങനെ ഒരു ചോക്ക് രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ അനുപാതത്തിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വളച്ചോക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ ദ്വിതീയമായിട്ട് വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, ബോറോൺ. ഈ മൂലകങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക അനുപാതത്തിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ചെടികൾക്ക് നല്ലതായി വളരാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മൂലകം കൂടുകയോ അല്ലെങ്കിൽ വല്ലാതെ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമുണ്ടാകും. അപ്പൊ എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1-2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. ചാണകം മറ്റൊന്നും വേണ്ട.
ചാണകം എന്ന് പറയുന്നത് അതൊരു ജൈവവളം എന്ന രീതിയിലാണല്ലോ കൊടുക്കുന്നത്. ചാണകത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മൂലങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കൃത്യമായ അനുപാതം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വളപ്രയോഗത്തിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ ഇതിലുണ്ടാവില്ല. വളച്ചോക്ക് 1-ന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, കേബേജ് തുടങ്ങി 10-ലേറെ കൃഷികൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സ്റ്റിക്കുകളാണ് കർഷകർക്കായി കാർഷിക കോളേജിൽ നിന്ന് വിതരണം ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയിൽ 1500-ൽ പരം തൈകൾ നട്ട് കൃഷിക്ക് തുടക്കമിട്ട് സർക്കാർ ആതുരാലയം. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിലാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ ജീവനക്കാരും ആശാ വർക്കർമാരും പച്ചക്കറി കൃഷി ആരംഭിച്ചത്. ശാസ്ത്രീയ രീതിയിൽ തുള്ളിനന സൗകര്യത്തോടെ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ 1/2 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. തക്കാളി, പച്ചമുളക്, വഴുതിന, വെണ്ട തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൃഷി ഇറക്കിയത്. അടുത്ത ഘട്ടത്തിൽ വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയവയും പദ്ധതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്നാണ് 1/2 ഏക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ഇറക്കിയത്. പച്ചക്കറി ഫലകൃഷിയായി തൃക്കരിപ്പൂർ കൃഷിഭവൻ 50,000 രൂപയുടെ ധനസഹായവും പദ്ധതി വഴി നൽകുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ചൈതന്യ പച്ചക്കറി തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് ബേസ്ഡ് കൾട്ടിവേഷൻ സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, വെള്ളരി, അതുപോലെ തണ്ണിമത്തൻ തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ ഏകദേശം 50 സെൻറ്റോളം സ്ഥലത്ത് പിന്നെ 50,000 രൂപ സബ്സിഡി അനുവദിച്ചുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പ്രവർത്തന ഫലമായി അതുപോലെ കൃഷിഭവൻ്റെ സ്റ്റാഫും സംയുക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പദ്ധതി വിജയപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകളുടെ പരിപൂർണ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും അതുപോലെ ജീവനക്കാരും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P. സതീശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് K. സജിത്ത്, ഡോക്ടർ AP മുഹമ്മദ് ഫാസിൽ, കുടുംബാരോഗ്യ ജീവനക്കാരായ RK അനീഷ് കുമാർ, KV ശശിധരൻ, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ E. ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉത്തരമേഖലാ സെമിനാർ നടന്നു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ച് നടന്ന സെമിനാർ കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KGOF-ന്റെ സമ്മേളനം എന്ന സെമിനാർ എന്ന രീതിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നവരാണ്. ആ ചുമതലകൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് സർവീസ് എന്നെല്ലാവർക്കും സർവീസ് എന്നാണ് നമ്മൾ പറയുക. ആ സർവീസിലേക്ക് സർവീസ് ജനങ്ങൾക്കാണ് അതിൻ്റെ എല്ലാ ഗുണഫലവും ലഭിക്കേണ്ടത്. സേവനം നൽകുന്നത് ആർക്കാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു സർക്കാരിൻ്റെ നയം എത്ര ശരിയായതായാലും ചിലപ്പോൾ സർക്കാർ നയങ്ങളിലെ പാളിച്ചകളും കാണും, അതിലൊക്കെ വേറെ വിഷയമാണ്. എത്ര ശരിയായ നയമായാലും ആ നയം നടപ്പാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ പ്രധാന ഭാഗമായ നിങ്ങളൊക്കെ തന്നെയാണ്. KGOF സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. വിക്രാന്ത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന KGOF സംസ്ഥാന സമ്മേളനത്തിന്റെ ബഹുവർണ്ണ പോസ്റ്റർ ചന്ദ്രശേഖരൻ MLA VK സുരേഷ് ബാബുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളും വ്യതിയാനങ്ങളും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ കില ഫാക്കൽറ്റി VK സുരേഷ് ബാബു വിഷയാവതരണം നടത്തി. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തോൽപ്പിച്ചൊരു രാജ്യമാണ് ഇന്ത്യ, അല്ലേ? തോൽപ്പിച്ചൊരു രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ ജനങ്ങള് നിങ്ങൾ ഇങ്ങനെ നിരാശരാവൊന്നും വേണ്ട.
ഇന്ത്യ രാജ്യം ഫാസിസത്തിന്റെ ദംഭകൾ പുറത്ത് കാണുമ്പോൾ അപ്പൊ പ്രതിരോധിക്കും ഇന്ത്യൻ ജനത. പക്ഷെ അതിനെ നേരിടാൻ അവർ കണ്ട ഏറ്റവും സൂത്രപ്പണി എന്താണ്? സൂത്രപ്പണി ഫാസിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുക? ജനാധിപത്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക. ആ ജനാധിപത്യത്തെ ഉപയോഗിക്കുവാനുള്ള എല്ലാവിധ മനഃശാസ്ത്രവും അറിയുന്ന വിദഗ്ധനാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിസമർത്ഥൻ. ഇന്ത്യൻ ജനങ്ങളുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിലൂടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ തനതുഭാവമാണ് നഷ്ടപ്പെടുന്നത്. KGOF സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ ചാലിൽ മോഡറേറ്ററായി. KGOF സംസ്ഥാന ട്രഷറർ MS വിമൽ കുമാർ, സംസ്ഥാന സെക്രട്ടറി KB ബിജുക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് വിശ്വലക്ഷ്മി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഹാരിസ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി N സൂരജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Bridals, my Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. മഞ്ചേശ്വരത്ത് KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തുവാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കാട്ടുകുക്കെ പെരളത്തടുക്ക സ്വദേശി അബ്ദുൾ സമദാണ് എക്സൈസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് അബ്ദുൾ സമദിനെ കഞ്ചാവുമായി പിടികൂടിയത്. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കാട്ടുകുക്കെ പെരളത്തടുക്ക സ്വദേശി അബ്ദുൾ സമദാണ് എക്സൈസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് അബ്ദുൾ സമദിനെ കഞ്ചാവുമായി പിടികൂടിയത്. മംഗളൂരുവിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ബസ്സിൽ എക്സൈസ് പരിശോധന നടത്തിയപ്പോഴാണ് സമദിനെ കഞ്ചാവുമായി കൈയോടെ പിടികൂടിയത്. 12 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ C സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ AK നസറുദ്ദീൻ, പ്രിവന്റീവ് ഓഫീസർ വിജയൻ, K പ്രജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ B അബ്ദുല്ല എന്നിവരാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. കാട്ടുകുക്കയിലെ സ്കൂൾ കുട്ടികൾക്കും പെർളയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്താറുള്ളതായി ചോദ്യം ചെയ്യലിൽ യുവാവ് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ എക്സൈസ് NTPS ആക്ട് പ്രകാരം കേസെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ മടക്കരയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിൽ
LDF, UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കവേ സാമൂഹ്യ മാധ്യമത്തിലൂടെ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ശബ്ദ സന്ദേശം അയച്ചുവെന്ന പരാതിയിൽ സ്ത്രീക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ച ഡിസംബർ 13 ചെറുവത്തൂർ മടക്കര ടൗണിൽ LDF, UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം അയച്ചതിനെ തുടർന്നാണ് 5 ദിവസം കഴിഞ്ഞ് പോലീസ് കേസെടുത്തത്. CPM നേതാവ് മടക്കര മുക്കീലിലെ EV ഷാജിയുടെ പരാതിയിലാണ് പോലീസ് സ്ത്രീക്കെതിരെ കേസെടുത്തത്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് വാട്സാപ്പ് വഴി സന്ദേശം അയച്ചതെന്ന പരാതിയിൽ ചന്ദേര പ്രിൻസിപ്പൽ SI ജിയോ സദാനന്ദനാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അടമ്പിൽ നീലാശ്വരം ശാസ്താംകോട്ട ശാസ്താവീശ്വര ക്ഷേത്രം മണ്ഡലകാല പൂജ ഉത്സവം തുടങ്ങി. കലവറ ഘോഷയാത്ര നടന്നു. അടമ്പിൽ നീലാശ്വരം ശാസ്താംകോട്ട ശാസ്താവീശ്വര ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന മണ്ഡലകാല പൂജാ ഉത്സവം തുടങ്ങി. ഉത്സവത്തിന് തുടക്കം കുറിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയിൽ കാലിച്ചാമരം ദേവസ്ഥാനത്ത് നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. മനസാകുന്ന ജനങ്ങളെടുത്തുകൂടിയ സകല മാലിന്യങ്ങളെയും ക്ഷണനേരം കൊണ്ട് മുടച്ചു നീക്കി വിശുദ്ധിയുടെയും ആത്മജ്ഞാനത്തിന്റെയും തെളിനീരൊഴുക്കുന്ന സ്നേഹസ്വരൂപനായ ഭഗവാൻ അറിവില്ലാ പൈതങ്ങളെ. ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന, ഭജന, പ്രാദേശിക കലാപരിപാടികൾ, അഭിഷേകം, ഗണപതി ഹോമം, സർവേശ്വര വിളക്കുപൂജ, ദീപാരാധന, തായമ്പക, നാദക്കോട്ട ഭഗവതി ക്ഷേത്രം വനിതാ സംഘത്തിന്റെ പൂരക്കളി, കൈകൊട്ടിക്കളി, തിരുവാതിര തുടങ്ങി നിരവധി പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി നിരവധി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി നിരവധി കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കാസർഗോഡ് വരുന്നത് ആൻഡ് അത് മലബാറിന്റെ ഇവന്റ്സിന് വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു പുതിയ പേരല്ല, കാരണം എൻ്റെ സ്കൂൾ ടൈം തൊട്ടിട്ട് ചെറിയ പർച്ചേസ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമോട് നമ്മുടെ എടപ്പാൾ ഷോറൂം ഉണ്ട്. സോ മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ്. എവിടെ പോയാലും നമുക്ക് ഭയങ്കര നല്ല സർവീസ്, ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയർ. ചടങ്ങിൽ സോണൽ ഹെഡ് ജാസിർ ടി അധ്യക്ഷത വഹിച്ചു. ആക്ട്രസ് അഷിക അശോകൻ ചടങ്ങിൽ സംബന്ധിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ജാബിർ ആൻഡ് ഷൈമ മൈൻഡ് ഡയമണ്ട്സ് കളക്ഷൻസ് റാബിയ ആൻഡ് ഫാമിലിക്ക് കൈമാറി. മൻസൂർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഖാലിദ് സി പാലക്കി എത്നിക്സ് ഫോർ ബ്രൈഡ് നിഹാല തൻസീമിനും ആഷിഖ് ഹസനും നൽകി. ഡോക്ടർ ദീപ മാധവൻ ഡിവൈൻ ഫോർ ബ്രൈഡ് അമൃത കൃഷ്ണനും വിഷ്ണു ശശിധരനും നൽകി. ഷീജ സുദിൽ മിക്സഡ് ബ്രൈഡൽ സെറ്റ് ഫോർ ബ്രൈഡ് ഗ്ലാഡിസ്ന നൽകി. ഗുരുദത്ത് പൈ അറഫാത്തിന് സിൽവർ നൽകി. റാഫി പുതിയെടുത്ത് വാച്ചുകൾ ഉജ്വലിന് നൽകി. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ട്രെയിൻ യാത്രികർക്ക് ഒരു സന്തോഷ വാർത്ത. ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 10 മണിക്കൂർ മുമ്പ് തന്നെ റിസർവേഷൻ ചാർട്ട് റെഡിയാകും. കാണാം, നിങ്ങളറിയാം. യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് സ്റ്റാറ്റസ് 10 മണിക്കൂർ മുൻകൂട്ടി അറിയാൻ അനുവദിക്കുന്ന വിധത്തിൽ ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിനുള്ള സമയം ഇന്ത്യൻ റെയിൽവേ പരിഷ്കരിച്ചു. അനിശ്ചിതത്വം കുറയ്ക്കുന്നതിനും യാത്രക്കാർ കൂടുതൽ സുഗമമായി യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. നേരത്തെ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് മാത്രമാണ് റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കിയിരുന്നത്. ഇത് പലപ്പോഴും യാത്രക്കാരെ, പ്രത്യേകിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ അവസാന നിമിഷം വരെ ആശങ്കാകുലരാക്കി മാറ്റിയിരുന്നു. പുതിയ തീരുമാനത്തോടെ ഈ ആശങ്കകൾക്ക് അറുതി വരും. രാവിലെ 5-നും ഉച്ചയ്ക്ക് 2-നും ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ആദ്യ റിസർവേഷൻ ചാർട്ട് തലേ ദിവസം രാത്രി 8 മണിയോടെ തയ്യാറാക്കും. അതേസമയം ഉച്ചയ്ക്ക് 2:01-നും രാത്രി 11:59-നും ഇടയിലും പുലർച്ചെ 12 മുതൽ പുലർച്ചെ 5 വരെയും പുറപ്പെടുന്ന ട്രെയിനുകൾക്ക്
ട്രെയിൻ പുറപ്പെടുന്നതിന് 10 മണിക്കൂർ മുമ്പ് ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കും. റിസർവേഷൻ ചാർട്ടുകൾ 4 മണിക്കൂർ മുമ്പേ തയ്യാറാക്കിയിരുന്നതിനാൽ അവസാന നിമിഷം യാത്രക്കാർക്ക് കാര്യമായ അസൗകര്യവും ആശയക്കുഴപ്പവും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് നിരോധിത നോട്ടിടപാട് നടത്തുന്ന സംഘം സജീവമെന്ന കണ്ടെത്തൽ. ആന്ധ്രയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ യുവാവ് പിടിയിൽ. ബംഗാൾ സ്വദേശി സുജിത് മുല്ലിക്കാണ് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പിടിയിലായത്. ഡിസംബർ 8 രാത്രി ഗോവയിൽ നിന്ന് മംഗളൂരുവിലേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയായിരുന്നു ആക്രമണം. ഇറച്ചിക്കോഴികൾക്ക് വില കുതിച്ചുയർന്നു. കോഴികളുടെ ലഭ്യത കുറവാണ് വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കിന് ആവശ്യക്കാർ ഏറുകയാണ്. സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയിൽ 1500-ൽ പരം തൈകൾ നട്ട് കൃഷിക്ക് തുടക്കമിട്ട സർക്കാർ ആതുരാലയം. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിലാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ ജീവനക്കാരും ആശാവർക്കർമാരും പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ ഇ ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് KSRTC ബസ്സിൽ കഞ്ചാവ് കടത്തുവാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കാട്ടുകുക്കെ പെരളത്തടുക്ക സ്വദേശി അബ്ദുൾ സമദാണ് എക്സൈസിന്റെ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.